അപ്പോൾ ഇത് മറൈൻ ഡ്രൈവ് സീരീസിൻ്റെ തേർഡ് ആൻഡ് ലാസ്റ്റ് പാർട്ട്. അങ്ങനെ ആ ഞായറാഴ്ചയുടെയും അല്ലെങ്കിൽ ആ ദിവസത്തിൻ്റെയും പകലിൻ്റെ ദൈർഘ്യം കുറഞ്ഞു. സൂര്യൻ ആ കായലിൻ്റെ അടിത്തട്ടിലേക്ക് മറഞ്ഞുകൊണ്ടിരിക്കുന്നു. സൂര്യൻ്റെ പൊൻകിരണങ്ങളാൽ കായൽ തിലകം ചാർത്തിയതുപോലെ ഈ പ്രകൃതി എത്ര സുന്ദരം. നിങ്ങളിത് കേൾക്കുമ്പോൾ വിചാരിക്കും ഞാനിതെന്തൊക്കെയോ പറയുന്നത്, പക്ഷേ ഇത് കാണുമ്പോൾ എങ്ങനെ വർണ്ണിക്കാതിരിക്കാൻ പറ്റും? എന്നിലെ സാഹിത്യകാരന് ഉണർന്ന് പ്രവർത്തിക്കുകയാണ് ഗൈസ്. പിന്നെ ഇതൊക്കെ കാണുമ്പോൾ എങ്ങനെ വർണ്ണിക്കാതിരിക്കുന്നത്? ഞാൻ കുറേ പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിലും ഇത്ര ഇറങ്ങിയിട്ട് മറൈൻ ഡ്രൈവിൽ എത്തുന്നത് ആദ്യമായിട്ടാണ്. അതായത് ബോട്ടിടുന്ന സ്ഥലത്ത് നമുക്ക് ഇറങ്ങി നിൽക്കാൻ പറ്റുമായിരുന്നു. അപ്പം ഞാൻ ജസ്റ്റ് അത് കണ്ടപ്പം അങ്ങോട്ടും പോയി. അവിടെ നിൽക്കുമ്പോൾ നമ്മൾ വെള്ളത്തിൽ ഇറങ്ങിയിട്ട് ബാക്കിലോട്ട് നോക്കിയാൽ മറൈൻ ഡ്രൈവിൻ്റെ വാക്ക് വേ മൊത്തം കാണാൻ പറ്റുമായിരുന്നു. അത്രയും എടുത്തിൻ്റെ ക്ഷീണം തീർക്കാൻ ഒരു ലൈമും പപ്സും കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് വന്നു. അപ്പം ഇത്രയ്ക്കുള്ള മറൈൻ ഡ്രൈവ് സീരീസ്. ബൈ.